നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതുപോലെ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്ര നാളിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. 27 നക്ഷത്രങ്ങളിൽ ആറാമത്തെ നക്ഷത്രവും വാനവീതിയിൽ തീക്കട്ട പോലെ വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. പരമശിവന്റെ നക്ഷത്രമാണ് തിരുവാതിര. സംഹാര നക്ഷത്രമെന്നും അറിയപ്പെടുന്നുണ്ട്. തിരുവോണം നക്ഷത്രം വേദനക്ഷത്രമായി കണക്കാക്കുന്നു. ധനുമാസത്തിലെ തിരുവാതിര വളരെ പ്രസിദ്ധമാണ്. തിരുവാതിര നക്ഷത്രക്കാരുടെ ദശാനാഥൻ രാഹുവാണ്. രാഹുവിൽ തുടങ്ങി വ്യാഴം, ശനി, ബുധൻ, ശുക്രൻ, രവി, ചന്ദ്രൻ എന്നിങ്ങനെ ദശാകാലങ്ങൾ കടന്നുപോകുന്നു. വൃക്ഷം കരിമരവും, മൃഗം നായയും, പക്ഷി ചകോരവും, ഭൂതം ജലവും, യോനി സ്ത്രീയും, മനുഷ്യഗണവും, ശിവൻ നക്ഷത്രദേവതയുമാണ്. ഇവരുടെ രാശ്യാധിപൻ ബുധനായതുകൊണ്ട് സംസാര ചാതുര്യമുള്ളവരും മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്നവരുമായിരിക്കും. ഇവർ ഫലിതപ്രിയരുമാണ്. ഏറ്റെടുക്കുന്ന ഏതു പ്രവൃത്തിയും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തീർക്കും. ഒന്നിലധികം വിഷയങ്ങളിൽ ജ്ഞാനം കരസ്ഥമാക്കുമെങ്കിലും അതിനു തക്ക ഉയർച്ചയോ അഭിവൃദ്ധിയോ ഇവർക്കുണ്ടാകാറില്ല. ഇവർ അധികവും സംസാരപ്രിയരാണ്. അന്യ ആളുകളുമായുള്ള ബന്ധം, സൗഹൃദം നിലനിർത്തുന്നതിൽ വളരെ തൽപരരാണ്. ബുധന്റെ രാശി ആയതുകൊണ്ട് കൂടുതലും ചഞ്ചലചിത്തരും സഹനശക്തി തീരെ ഇല്ലാത്തവരുമായാണ് കണ്ടുവരുന്നത്. സ്ഥിരമായി ഒരു ജീവിത രീതിയോ സ്വഭാവമോ ഇവരിലധികം പേർക്കും ഉണ്ടായിരിക്കുകയില്ല. ഒരു തീരുമാനമെടുത്താൽ അതിൽ ഉറച്ചു നിൽക്കുന്ന സ്വഭാവം ഇവരിൽ കാണുക അപൂർവമായിരിക്കും. ചെറിയ കാരണം മതി ഇവരുടെ മനസ്സിന് മുറിവേൽക്കുവാൻ. സരസമായ രീതിയിൽ നിന്നും വിരസമായ രീതിയിലോട്ട് ഇവർ പെട്ടെന്ന് വഴുതി വീഴാറുണ്ട്. എങ്കിലും ചുറ്റുപാടിനനുസരിച്ചുള്ള ദേഷ്യമെല്ലാം മാറ്റി സരസന്മാരായി മാറുവാനുള്ള കഴിവ് എടുത്തു പറയേണ്ടതാണ്. സ്വന്തം കാര്യത്തിന് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കുന്നവരായിരിക്കും ഇവരിലധികവും. തിരുവാതിര നക്ഷത്രക്കാർ ദുരഭിമാനികളായിരിക്കും. ഇവരുടെ ജീവിതത്തിൽ ചെറിയ യാത്രകൾ വേണ്ടി വന്നിരുന്നാലും അതുകൊണ്ട് വേണ്ടത്ര പ്രയോജനം ലഭിക്കുകയും ചെയ്യും. തിരുവാതിരയുടെ നക്ഷത്രാധിപൻ രാഹു ആയതുകൊണ്ട് എന്തും ആരോടും വിളിച്ചു പറയുന്ന സ്വഭാവമായിരിക്കും. തിരുവാതിര നാളുകാരുടെ രാശിയായ മിഥുനം രാശി ഉഭയരാശി ആയതുകൊണ്ട് 2 ലക്ഷ്യത്തോടു കൂടി മാത്രമേ തിരുവാതിര നക്ഷത്രക്കാർ ഏത് പ്രവൃത്തിയിലും ഏർപ്പെടുകയുള്ളൂ. ഇവർ ആരുടെ മുന്നിലും തല കുമ്പിട്ട് നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല. ഈ സ്വഭാവമാണ് ഇവരുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. അമിതമായ ആത്മവിശ്വാസം ഇവരെ പല അപകടത്തിലും കൊണ്ടെത്തിക്കുന്നു. വ്യാപാര രംഗത്തും ഗവേഷണ രംഗത്തും ഇക്കൂട്ടർക്ക് വളരെയധികം ശോഭിക്കുവാൻ കഴിയും. ബുദ്ധിശക്തി വളരെ കൂടുതലായതുകൊണ്ട് നല്ല അധ്യാപകൻ, സംഘാടകൻ, എഴുത്തുകാരൻ, നിരൂപകൻ എന്നീ നിലകളിലും ഇവർ ശോഭിക്കും. തിരുവാതിര നാളുകാർ ബന്ധുക്കളിൽ നിന്നും ഒഴിഞ്ഞു കഴിയുവാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇക്കൂട്ടരുടെ സംതൃപ്തമായിരിക്കും. ഗ്രഹസ്ഥിതിയിൽ രാഹുവിന് ബലക്കുറവോ ബലം കുറഞ്ഞ ചൊവ്വയുടെ ദൃഷ്ടിയോ ഉണ്ടാകുകയോ ചെയ്താൽ എടുത്തുചാട്ടക്കാരാകും. മുൻകോപികളും വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ ബഹളം വയ്ക്കുന്നവരും വീണ്ടു വിചാരമില്ലാതെ പ്രവർത്തിക്കുക എന്നീ സ്വഭാവങ്ങളൊക്കെ തിരുവാതിര നാളുകാരിൽ കണ്ടുവരാറുണ്ട്. നന്ദികേടു കാട്ടുന്ന സ്വഭാവം ഇവരുടെ ജന്മസിദ്ധമാണ്. വളരെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളുടെ വിയോഗം അനുഭവിക്കുക എന്ന ദൗർഭാഗ്യം തിരുവാതിര നാളുകാരിൽ അധികം പേർക്കും ഉണ്ടാകാറുണ്ട്. മാതാപിതാക്കൾക്ക് ഇവരെ കൊണ്ടുള്ള ഗുണം വളരെ കുറവായാണ് കണ്ടുവരാറുള്ളത്. തിരുവാതിര നാളുകാരുടെ നല്ല കാലം ആരംഭിക്കുന്നത് 33 വയസ്സിനും 42 വയസ്സിനും ഇടയ്ക്കാണ്. വൈകിയുള്ള വിവാഹ ജീവിതമാണ് അധികം പേർക്കും ഉണ്ടാകുന്നത്. നേരത്തെയുള്ള വിവാഹം പല കാരണങ്ങൾ കൊണ്ടും അസംതൃപ്തമായിരിക്കും. 33 വയസ്സിന് മുൻപുണ്ടാകുന്ന ഉയർച്ച ഫലവത്തായി തീരുകയില്ല. വിവാഹത്തിന് ശേഷമായിരിക്കും ഇവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉണ്ടാകുന്നത്. സൗന്ദര്യപരമായോ സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ ഉള്ള ഒരു പ്രത്യേകത ഇവരുടെ വിവാഹത്തിന്
ഉണ്ടായിരിക്കും. ഭോഗസുഖത്തിൽ വളരെ താൽപ്പര്യമായിരിക്കും. ഭാര്യമാർക്ക് ഇവരുടെ ജീവിതത്തിൽ വളരെയധികം നിയന്ത്രണം വയ്ക്കുവാൻ കഴിയുന്നു. ജീവിതത്തിൽ പല വിധേനയുള്ള ക്ലേശങ്ങളും അനുഭവിക്കേണ്ടതായി വരും. വാതരോഗം, ദന്തരോഗം, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ കൂടെ അലട്ടിക്കൊണ്ടിരിക്കും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൽസ്വഭാവികളും ശാന്തശീലരാണെങ്കിലും മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്നതിൽ അതീവ തൽപരരായിരിക്കും. വളരെ ചുരുക്കം പേർക്ക് വിദ്യാഭ്യാസപരമായ ഉന്നതി ഉണ്ടാകാറുണ്ട്. താമസിച്ചുള്ള വിവാഹമായിരിക്കും അധികം പേർക്കും ഉണ്ടാകുന്നത്. എന്നാൽ നേരത്തെയുള്ള വിവാഹ ജീവിതം ക്ലേശങ്ങൾ നിറഞ്ഞതായിരിക്കും. ഭർത്താവിൽ നിന്നോ മക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഒന്നും തന്നെ സ്വസ്ഥമായ ജീവിതാനുഭവങ്ങൾ ലഭിക്കാറില്ല. കഫരോഗം, രക്തദൂഷ്യം, രക്തക്കുറവ്, ഗർഭാശയ രോഗങ്ങൾ, അപസ്മാരം തുടങ്ങിയവ ഇടയ്ക്കിടെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. വിദ്യാരംഭത്തിന് തിരുവാതിര നക്ഷത്രം നല്ലതാണ്. കൂടാതെ അഗ്നിക്രിയകൾ, ബന്ധനം, വിഷക്രിയകൾ, യുദ്ധം, ഉച്ചാടനാദി കർമ്മം എന്നിവയ്ക്കും നല്ലതാണ്. പൂയം, മകം, ഉത്രം, ഉത്രാടം, തിരുവോണം എന്നീ നാളുകാരുമായുള്ള എല്ലാ ഇടപാടുകളും തിരുവാതിര നക്ഷത്രക്കാർ ഉപേക്ഷിക്കേണ്ടതാണ്. ദീർഘമാംഗല്യത്തിനു വേണ്ടി ധനുമാസത്തിലെ തിരുവാതിര നാളിൽ അനുഷ്ഠിക്കുന്ന ഈ വ്രതം ഉമാമഹേശ്വര പ്രതീകമാണ്. ശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര എന്നും വിശ്വസിക്കപ്പെടുന്നു. ദാമ്പത്തിക സൗഖ്യത്തിനും ശ്രീ പരമേശ്വരന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി ശ്രീ പാർവതി ദേവി അനുഷ്ഠിച്ച വ്രതമാണെന്ന് ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു. മുൻകാലങ്ങളിൽ കേരളത്തിൽ സ്ത്രീകൾ തിരുവാതിര അത്യാഘോഷപൂർവം കൊണ്ടാടിയിരുന്നു. സുമംഗലികൾ ഭർത്താവിൻ്റെ ആരോഗ്യ സൗഖ്യത്തിനും കന്യകമാർ സൽഭർത്തൃസിദ്ധിക്കും വേണ്ടി അനുഷ്ഠിക്കുന്ന തിരുവാതിര വ്രതത്തിന് അക്കാലത്തിൽ ഓണം, വിഷു തുടങ്ങിയവയെപ്പോലെ തന്നെ പ്രാധാന്യമുണ്ടായിരുന്നു. രേവതി മുതൽ തിരുവാതിര വരെയുള്ള ദിവസങ്ങളിൽ അതികാലത്തു തന്നെ സ്നാനാദി കർമ്മങ്ങൾ കഴിച്ച് വ്രതശുദ്ധിയോടുകൂടി ഇരിക്കുക. മകയിരം നാളിൽ വൈകിട്ട് എട്ടങ്ങാടി തയ്യാറാക്കുന്നു. കാവത്ത്, കൂർക്ക, ചേന, ചെറുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, രണ്ടുതരം ചേമ്പ് എന്നിങ്ങനെ 8 കിഴങ്ങുകളുടെ നേത്രക്കായും കനലിൽ ചുട്ടെടുക്കുന്നു. ഉണങ്ങിയ നാളികേരം, കരിമ്പ്, കദളിപ്പഴം എന്നിവയും ചുട്ട കിഴങ്ങുകളും ശർക്കര പാവുകാച്ചി, വൻപയറ്, എള്ള്, കടല എന്നിവ വറുത്ത് ചോളപ്പൊടിയും ചേർത്ത് ഇളക്കണം. ഇതാണ് എട്ടങ്ങാടി. ഇത് ഗണപതി, ശിവൻ, പാർവതി, ചന്ദ്രൻ എന്നീ ദേവതകൾക്ക് നിവേദിച്ച ശേഷം പ്രസാദമായി ഭക്ഷിക്കുക. തിരുവാതിര നാളിൽ സ്നാനാനന്തരം കരിക്ക്, പഴം, അട, അവൽ ഇവ നേദിക്കുകയും അതിനുശേഷം അവയും കൂവ കുറുക്കിയതും കഴിക്കുകയും ചെയ്യുന്നു. തിരുവാതിര നാളിൽ അരിയാഹാരം തീർത്തും വർജ്യമാണ്. ഗോതമ്പ്, ചാമ തുടങ്ങിയവ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണവും തിരുവാതിര പുഴുക്കും കഴിക്കാം. തിരുവാതിര നാൾ അർദ്ധരാത്രിയിൽ അതിവിശിഷ്ടമാർദ്ര ജാഗരണം നടക്കുന്നു. സുമംഗലിമാരും കന്യകമാരും നടുമുറ്റത്ത് അരിപ്പൊടി കലക്കിയണിഞ്ഞ് അമ്മിക്കുഴവയെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ വയ്ക്കുകയും വിളക്ക് ഗണപതിയായി സങ്കല്പിച്ച് പൂജ നടത്തുകയും ചെയ്യുന്നു. എല്ലാം മംഗല്യ സ്ത്രീകളും കന്യകകളും ചന്ദനം, ചാന്ത്, കുങ്കുമം എന്നിവ നെറ്റിയിൽ ചാർത്തുകയും കണ്ണെഴുതി 3 വെറ്റില കൊണ്ട് 3 കൂട്ടി അടയ്ക്കാമണിയൻ്റെ ഇല കൊണ്ട് അർദ്ധനാരീശ്വരൻ, ഗണപതി എന്നിവരെ അർപ്പിക്കുകയും തുടർന്ന് അഷ്ടദിക്പാലക സങ്കല്പത്തിൽ 8 ദിക്കുകളിലും അർച്ചന നടത്തുകയും ചെയ്യുന്നു. ബാക്കിയുള്ള പൂജാപാത്രം അരുന്ധതി ദേവിയെ സങ്കല്പിച്ച് മുകളിലേക്ക് അർപ്പിക്കുകയും മംഗല്യത്തിന് പ്രാർത്ഥിച്ച് നമസ്കരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ശിവപാർവതി സ്വയംവരം, മംഗലാതിര എന്നീ പാട്ടുകൾ പാടി തിരുവാതിര കളിക്കുന്നു. നേരം പുലരുന്നതുവരെ തിരുവാതിര കളി തുടരുന്നു. രാവിലെ കുളി കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി തീർത്ഥം കുടിച്ച് പാരണ വീട്ടിയ ശേഷം മാത്രമേ അരിഭക്ഷണം കഴിക്കാവൂ. ഇതോടുകൂടി ദീർഘമംഗല്യവരദായകമായ തിരുവാതിര വ്രതം പരിപൂർണമാകുന്നു. വ്രതമനുഷ്ഠിക്കുന്നവർ ദശപുഷ്പങ്ങൾ ചൂടുന്ന പതിവ് മുമ്പുണ്ടായി. തിരുവാതിര പാട്ടുകൾ പാടി കൈകൊട്ടി കളിക്കുന്നതിനിടെ പാതിരായ്ക്ക് നടത്തുന്ന ഒരു ചടങ്ങാണ്
പാതിരാപ്പൂ ചൂടൽ. അപ്പോൾ വിരിയുന്ന കൊടുവേലിപ്പൂവാണ് തലയിൽ ചൂടുന്നത്. സോമായ നമ എന്ന മന്ത്രോച്ചാരണത്തോടെ കിഴക്കോട്ട് തിരിഞ്ഞാണ് ഈ കർമ്മം നിർവഹിക്കുന്നത്. അതുകഴിഞ്ഞ് തിരുവാതിരക്കളി തുടരുന്നു. വിവാഹശേഷം ആദ്യം വരുന്ന തിരുവാതിര പുത്തൻ തിരുവാതിര, പൂത്തിരുവാതിര തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. തിരുവാതിര ദിവസം എണ്ണ, പഞ്ചഗവ്യം, പഞ്ചാമൃതം, നെയ്യ്, തൈര്, തേൻ, കരിമ്പുനീർ, ഇളനീർ, പനിനീർ തുടങ്ങിയവ കൊണ്ട് ശിവന് അഭിഷേകം നടത്തുന്നത് ഉത്തമമാണ്.